സ്നേഹം എന്ന വിറ്റമിൻ. 1 കൊരിന്ത്യർ ലേഖനം 13 അധ്യായം 1 മുതൽ 13 വരെ. ചിന്തയ്ക്കായിട്ട് 13 വാക്യം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. വല്യപ്പ, എന്തുണ്ട് വിശേഷം? ഉദ്യോഗം പ്രമാണിച്ച് വിദേശത്തായിരുന്ന ഒരു യുവാവ് സ്വന്തം നാട്ടിൽ വന്നപ്പോൾ തൻ്റെ അയൽക്കാരനായ വൃദ്ധനോട് കുശലമന്വേഷിച്ചു. എന്തു പറയാനാണ് കുഞ്ഞെ, മനുഷ്യർക്ക് പണ്ടത്തെ പോലെ സ്നേഹമില്ല ഇപ്പോൾ. അനുഭവസമ്പന്നനായ ആ വൃദ്ധൻ കഴിഞ്ഞുപോയ നല്ല കാലങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വൃദ്ധൻ്റെ ഈ മറുപടിയിൽ ഒരു തികഞ്ഞ സത്യം അയക്തലളിതമായി അനാവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്നേഹമില്ലായ്മ എന്നത് ആധുനിക നാഗരികത്വത്തിൻ്റെ കൂടപ്പിറപ്പാണ്. മാവേലി നാട് വാണിരുന്നു കാലത്തെ മനുഷ്യ സ്നേഹത്തെപ്പറ്റിയുള്ള മുഗ്ധ സങ്കല്പങ്ങൾ കേരളീയരുടെ ഇതിഹാസത്തിൽ മാത്രം അവശേഷിച്ചിരിക്കുന്നു. എന്തെല്ലാം ജീവിത സൗകര്യങ്ങളും പരിഷ്കാരങ്ങളും ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ മനുഷ്യജീവിതം തളിരണിയുകയില്ലെന്ന് അനുഭവങ്ങൾ വിളിച്ചു പറയുന്നു. മനുഷ്യൻ്റെ മാനസികമായ തളർച്ചയ്ക്കുള്ള മുഖ്യ കാരണം സ്നേഹത്തിൻ്റെ അഭാവമാണെന്ന് മനഃശാസ്ത്ര വിദഗ്ധന്മാർ സമർത്ഥിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുകയാണ് എന്നത്രേ ഹോളണ്ടിലെ ഒരു സുപ്രസിദ്ധ ഡോക്ടറായ ജോൺ ഫ്ലോക്കർ അസന്നിഗ്ധമായി പറയുന്നത്. തൻ്റെ ആശുപത്രിയിലെ ശിശുക്കൾക്ക് ചികിത്സയും പരിചരണവും മാത്രമല്ല നൽകുന്നതെന്നും അവരെ താലോലിക്കുവാനും താരാട്ടുപാടി ഉറക്കുവാനും പ്രത്യേകം നഴ്സുമാരെ നിയമിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അമേരിക്കയിലെ ഒരു ആശുപത്രിയിൽ നടത്തിയ പഠനത്തിൽ നിന്ന് ഏറ്റവും ശാസ്ത്രീയമായ ചികിത്സയും ഭക്ഷണവും നൽകിയിട്ടും 32% കുട്ടികൾ നിസ്സാര രോഗങ്ങൾ കൊണ്ട് മരണമടയുന്നുവെന്നും 22% കുട്ടികൾ മന്ദബുദ്ധികളായി തീരുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. സ്നേഹമാകുന്ന വിറ്റമിൻ്റെ ദാരിദ്ര്യം കൊണ്ടാണ് ഈ കുട്ടികൾക്ക് രോഗങ്ങളെ അതിജീവിക്കുവാൻ കഴിയാതെ പോകുന്നതെന്ന് പിന്നീട് കണ്ടുപിടിക്കപ്പെട്ടു. അതിനാൽ കുട്ടികളെ കളിപ്പിക്കുകയും ഓമനിക്കുകയും ചെയ്യുന്നതിനുള്ള സ്നേഹ വോളണ്ടിയർമാർ അവരെ ആശുപത്രിയിൽ നിയമിച്ചു. ബഹുശതം മാതാക്കൾ ആ സന്നദ്ധ സേവനത്തിനായി മുന്നോട്ട് വന്നു. അതുകൊണ്ടുണ്ടായ ഫലം അത്ഭുതാവഹമായിരുന്നു. പണമുണ്ടെങ്കിൽ ആരോഗ്യം വിലയ്ക്ക് വാങ്ങാമെന്നത്രേ പലരും കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ പണക്കാർക്ക് രോഗമൊന്നും ഉണ്ടാകരുതല്ലോ. മാനസികമായ തകർച്ച ആധുനിക നാഗരികത്വത്തിൻ്റെ ഒരു ദുർഭഗ സന്തതിയാണ്. എത്രമാത്രം പണം വാരിക്കോരി ചെലവ് ചെയ്താലും ഏതെല്ലാം വിദഗ്ധ ഡോക്ടർമാരെ സമീപിച്ചാലും സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നില്ലെങ്കിൽ മാനസിക തകർച്ചയിൽ നിന്ന് വിമോചനം നേടാൻ അവർക്ക് സാധ്യമല്ല. മാനസികമായ തകർച്ചയുണ്ടായാൽ എന്തു ചെയ്യണമെന്ന് ഒരിക്കൽ ഒരു മനോരോഗ ചികിത്സാ വിദഗ്ധനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ മുൻപിലത്തെ വാതിൽ പൂട്ടിയ ശേഷം ഇറങ്ങി നടന്ന് നിങ്ങളുടെ സഹായം ആവശ്യമുള്ള ആരെയെങ്കിലും കണ്ടുപിടിക്കുക. പിന്നീട് നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക. നിങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് മാനസിക തകർച്ച ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കണമേ, കവി അക്കിത്തം പാടുന്നു. ഒരു കണ്ണീർ കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ, ഉദിക്കയാണ് എന്നാത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി. മത്തായി എഴുതിയ സുവിശേഷം 5:44. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസ്.